ഇടതുമുന്നണി വിപുലീകരിക്കുമെന്ന് പിണറായി വിജയൻ പറഞ്ഞു. ഇതിനുള്ള നടപടി തക്ക സമയത്ത് ചർച്ചയിലൂടെ സ്വീകരിക്കുമെന്നും പിണറായി സൂചിപ്പിച്ചു. പൊതുചർച്ചയ്ക്കുള്ള മറുപടിയിലാണ് പിണറായിയുടെ പരാമർശം. പ്രവർത്തന റിപ്പോർട്ടിന്റെ 3 ഖണ്ഡിക ഒഴിവാക്കിയതായി പിണറായി വിജയൻ. എസ് രാജേന്ദ്രന്റെ മൊഴിയുമായി ബന്ധപ്പെട്ട ഭാഗങ്ങളാണ് ഒഴിവാക്കിയത്. ഇക്കാര്യം PB കമ്മീഷന്റെ പരിഗണനയിലുള്ളതിനാലാണ് ഒഴിവാക്കിയതെന്നും പിണറായി പറഞ്ഞു. വിഭാഗീയതയുടെ എല്ലാ വശങ്ങളും അവസാനിച്ചുവെന്നും പ്രവർത്തന റിപ്പോർട്ട് സമ്മേളനം ഐകകണ്ഠേന അംഗീകരിച്ചുവെന്നും പിണറായി വ്യക്തമാക്കി. സമ്മേളനം ഇന്നത്തേക്ക് പിരിഞ്ഞു. നാളെ സംസ്ഥാന സെക്രട്ടേറിയറ്റും സംസ്ഥാന കമ്മിറ്റിയും ചേരും. VS ചെയ്തത് തെറ്റെന്ന് പ്രകാശ് കാരാട്ട്. വിലപേശലിന് പാർട്ടി തയ്യാറല്ലെന്നും കാരാട്ട് ഇന്നത്തെ സെഷന് ശേഷം VSനോട് സംസാരിക്കുമെന്നും തെറ്റുതിരുത്തി തിരിച്ചുവരണമെന്നും VSനോട് ആവശ്യപ്പെടുമെന്നും പ്രതിനിധി സമ്മേളനത്തിൽ കാരാട്ട് പറഞ്ഞു. അവൈലബിൾ PBയിലെ തീരുമാനം പ്രതിനിധി സമ്മേളനത്തെ അറിയിക്കുകയായിരുന്നു അദ്ദേഹം. ഒരു വ്യക്തിയും പാർട്ടിക്ക് അതീതനല്ല എന്നും ലെനിനിസ്റ്റ് സംഘടനാ തത്വത്തിൽ നിന്നും പാർട്ടി വ്യതിചലിക്കില്ലെന്നും പ്രതിനിധി സമ്മേളനത്തിൽ കാരാട്ട് പറഞ്ഞു. അവൈലബിൾ PBയിൽ 8 അംഗങ്ങൾ പങ്കെടുത്തു. VS സമ്മേളനത്തിൽ നിന്ന് വിട്ടുനിന്നത് ശരിയായില്ലെന്നും VSന്റെ നിലപാട് പാർട്ടി സഖാവ് ചെയ്യരുതാണെന്നും കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. സമ്മേളനത്തിൽ പങ്കെടുക്കേണ്ടത് VSന്റെ കടമയാണെന്നും ആരും പാർട്ടിക്ക് അതീതരല്ലെന്നും കോടിയേരി സൂചിപ്പിച്ചു. സമ്മേളനം നിർത്തിവെച്ചുവെന്ന വാർത്ത അടിസ്ഥാനരഹിതമാണെന്നും കോടിയേരി വ്യക്തമാക്കി. സമ്മേളനത്തിൽ നിന്ന് വിട്ടുനിന്ന VSന്റെ നടപടി തെറ്റാണെന്നും അംഗീകരിക്കാനാവില്ലെന്നും പോളിറ്റ് ബ്യൂറോ വിലയിരുത്തി. ആരും പാർട്ടിക്ക് അതീതരല്ല. എത്ര ഉന്നതനായാലും പാർട്ടി ഭരണഘടന അനുസരിച്ച് പ്രവർത്തിക്കാൻ കഴിയൂ. പാർട്ടിക്കകത്ത് ചിദ്രപ്രവർത്തനങ്ങളോ ശിഥിലീകരണ പ്രവർത്തനങ്ങളോ അനുവദിക്കാനാവില്ല. LDFന് അനുകൂലമായ സാഹചര്യമാണ് സംസ്ഥാനത്ത് നിലനിൽക്കുന്നത്. അത് പ്രയോജനപ്പെടുത്താൻ VS ശ്രമിക്കേണ്ടതായിരുന്നു. VSന്റെ തെറ്റായ സമീപനത്തിലൂടെ ഐക്യത്തിന് വിളംബരമെന്ന ജനങ്ങളുടെ പ്രതീക്ഷയ്ക്ക് മങ്ങലേറ്റിരിക്കുകയാണ്. പാർട്ടിയിൽ വിലപേശാൻ ആരെയും അനുവദിക്കില്ല. പാർട്ടിയെ ദുർബലപ്പെടുത്തുന്ന സമീപനമാണ് VSന്റേത്. VS ഉന്നയിച്ച വിഷയങ്ങളിൽ സംസ്ഥാന കമ്മിറ്റിയും കേന്ദ്ര കമ്മിറ്റിയും ചർച്ച ചെയ്ത് തീരുമാനമെടുത്തതാണ്. ഇക്കാര്യങ്ങളിൽ വീണ്ടും ചർച്ചയാകാമെന്ന ജനറൽ സെക്രട്ടറി പ്രകാശ് കാരാട്ട് VSനെ അറിയിച്ചതുമാണ്. എന്നാൽ VS അതിന് തയ്യാറായില്ല. പോളിറ്റ് ബ്യൂറോ അംഗം കോടിയേരി ബാലകൃഷ്ണൻ ഇത്തരത്തിൽ സമ്മേളനത്തിൽ നിന്ന് വിട്ടുനിന്നിട്ടുള്ള VSന്റെ നടപടി തെറ്റാണ് എന്ന് പാർട്ടി ജനറൽ സെക്രട്ടറി നേരിട്ട് VSനെ ടെലിഫോൺ വഴി അറിയിക്കണം എന്ന് പോളിറ്റ് ബ്യൂറോ തീരുമാനിച്ചിരിക്കുകയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ VS സമ്മേളനത്തിൽ പങ്കെടുക്കണം എന്ന് VSനോട് ആവശ്യപ്പെടാൻ പോളിറ്റ് ബ്യൂറോ നിശ്ചയിച്ചിരിക്കുകയാണ്. സമ്മേളനത്തിൽ പങ്കെടുക്കണമെന്നും ഇത് സംബന്ധിച്ച് പോളിറ്റ് ബ്യൂറോവിൻ്റെ അഭിപ്രായവും പാർട്ടി ജനറൽ സെക്രട്ടറി VSനെ അറിയിക്കും. സംഘടനയെ ദുർബലപ്പെടുത്തുന്ന നിലപാട് ആരുടെ ഭാഗത്തുനിന്നുണ്ടായാലും അംഗീകരിക്കാനാവില്ല. VS നിലപാട് തിരുത്തി തിരികെ സമ്മേളനത്തിന് എത്തണമെന്നും പോളിറ്റ് ബ്യൂറോ ആവശ്യപ്പെട്ടു. VSനെതിരെ ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ലെന്നും കോടിയേരി വ്യക്തമാക്കി. സംസ്ഥാന സെക്രട്ടേറിയറ്റ് പുറത്തിറക്കിയ പ്രമേയത്തിൽ യാതൊരു മാറ്റവും വരുത്താൻ ഉദ്ദേശിക്കുന്നില്ലെന്നും കോടിയേരി ബാലകൃഷ്ണൻ വ്യക്തമാക്കി. സംഘടനാ തത്വങ്ങളിൽ ആർക്കുവേണ്ടിയും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ലെന്ന വ്യക്തമായ സന്ദേശമാണ് പാർട്ടി ഇതിലൂടെ നൽകുന്നത്. പാർട്ടിക്കതീതരായി ആരെയും പ്രവർത്തിക്കാൻ അനുവദിക്കില്ലെന്ന സന്ദേശവും. ആലപ്പുഴയിൽ നിന്നും KG ദിനകർ. സമ്മേളന നഗരിയിലെ സ്വന്തം സാന്നിധ്യം സെൽഫിയിലൂടെ അറിയിക്കുകയാണ് നഗരിയിലെത്തിയ പുതുതലമുറ. വിപ്ലവകാരികൾ ഇതിഹാസം രചിച്ച ആലപ്പുഴയിലെത്തി ഫോട്ടോ എടുക്കുമ്പോൾ ആവേശം 10 മടങ്ങ് വർദ്ധിക്കുന്നതായി അവർ പറഞ്ഞു. മാർക്സ്, എംഗൽസ്, ലെനിൻ, കൃഷ്ണപിള്ള, AKG, EMS തുടങ്ങി നേതാക്കളുടെ ചിത്രങ്ങൾ ഉൾപ്പെടെ വർണ്ണാഭമാണ് സമ്മേളന നഗരിയിലെ കാഴ്ചകൾ. അതുതന്നെയാണ് സമ്മേളന നഗരിയിൽ എത്തുന്നവരുടെ മൊബൈൽ ക്യാമറകൾക്ക് ഹരമാവുന്നതും. പ്രായഭേദമന്യേ മൊബൈൽ ക്യാമറകൾ സമ്മേളന നഗരിയിൽ മിന്നിമറയുന്നു. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ നിന്നുള്ളവർ സമ്മേളന നഗരിയിലെത്തി ഫോട്ടോ എടുക്കുമ്പോൾ ആവേശം വാനോളം ഉയരുന്നുവെന്ന് ഇവർ പറയുന്നു. കേരളത്തിനകത്തുള്ള എല്ലാ ജില്ലകളിൽ നിന്നും ആളുകൾ ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നു, സഖാക്കൾ ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവായിട്ടാണ് ഞങ്ങൾക്ക് ഈ ഫോട്ടോ എടുക്കലും എല്ലാം തന്നെ വളരെ ആവേശത്തോടു കൂടിയാണ് ജനങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ചിലർ സെൽഫി എടുക്കുമ്പോൾ മറ്റു ചിലർ സമ്മേളന നഗരിയിൽ മനോഹരമായി ഒരുക്കിയ ചെങ്കൊടികളും നിശ്ചല രൂപങ്ങളും മൊബൈലിൽ പകർത്തി. ഭയങ്കര ആവേശമാണ്. നമ്മളെ പോലത്തെ ചെറുപ്പക്കാർക്കെല്ലാം ഇതെല്ലാം കാണുമ്പോൾ നല്ല സന്തോഷം തോന്നുന്നു. ഇതിനിടെ സമ്മേളന നഗരിയിലെത്തിയ കുഞ്ഞു റെഡ് വളണ്ടിയർക്ക് നേരെയും മൊബൈൽ ക്യാമറകൾ തുരുതുരാ മിന്നി. സംസ്ഥാന സമ്മേളനത്തിന് വരുന്നവരെല്ലാം ഫോട്ടോ എടുക്കുന്ന തിരക്കിലാണ്. ഫോട്ടോ എടുക്കുമ്പോൾ ആവേശം കൂടുമെന്നാണ് ഇവർ പറയുന്നത്. സംസ്ഥാന സമ്മേളന നഗറിൽ നിന്നും ക്യാമറാമാൻ ഉനൈസ് ബാബുവിനൊപ്പം
KM ഉമേഷ്. ബീഹാർ മുഖ്യമന്ത്രിയായി JDU നേതാവ് നിതീഷ് കുമാർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. രാജ്ഭവനിൽ നടന്ന ചടങ്ങിൽ ഗവർണർ കേസരിനാഥ് ത്രിപാഠി സത്യവാചകം ചൊല്ലിക്കൊടുത്തു. 9 മാസത്തിനു ശേഷമാണ് നിതീഷ് വീണ്ടും അധികാരത്തിൽ എത്തുന്നത്. ഭൂരിപക്ഷം തെളിയിക്കാനായി നിതീഷിന് ഗവർണർ മാർച്ച് 16 വരെ സമയം നൽകിയിട്ടുണ്ട്. തുടർച്ചയായി 9 വർഷം ബീഹാർ മുഖ്യമന്ത്രിയായിരുന്ന നിതീഷ് കുമാർ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ JDUവിന് കനത്ത തിരിച്ചടിയേറ്റതിന്റെ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്താണ് രാജിവെച്ചത്. പാർട്ടിയുമായുള്ള അഭിപ്രായ വ്യത്യാസത്തെ തുടർന്ന് പുറത്തായ ജിതൻ റാം മഞ്ചി ഭൂരിപക്ഷം തെളിയിക്കാനാകാതെ വെള്ളിയാഴ്ച രാജിവെച്ചിരുന്നു. കോച്ച് ഫാക്ടറി എന്ന സ്വപ്നം അവശേഷിക്കുമ്പോഴും റെയിൽവേ ബജറ്റ് പാലക്കാട് ഡിവിഷനെ കൈവിടില്ല എന്ന പ്രതീക്ഷയിലാണ് യാത്രക്കാർ. പാത ഇരട്ടിപ്പിക്കലും വൈദ്യുതീകരണവും ഇഴഞ്ഞു നീങ്ങുമ്പോഴും പുതിയ ട്രെയിനുകൾ അനുവദിക്കണമെന്ന ആവശ്യം ശക്തമാണ്. കഞ്ചിക്കോട് കോച്ച് ഫാക്ടറിയിൽ നിന്ന് ഹൈടെക് കോച്ചുകൾ പുറത്തിറങ്ങുന്നതും സ്വപ്നം കണ്ടു കഴിയുകയാണ് വർഷങ്ങളായി കേരളം. കോച്ച് ഫാക്ടറിയുടെ നിർമ്മാണം ഏതു മേഖലയിൽ വേണമെന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തത വന്നിട്ടില്ല. ബജറ്റിൽ വലിയൊരു തുക വകയിരുത്തി സ്വകാര്യ പങ്കാളിയെ കണ്ടെത്തുകയെങ്കിലും ചെയ്താലേ കോച്ച് ഫാക്ടറി യാഥാർത്ഥ്യമാവൂ എന്നാണ് ഈ മേഖലയിലുള്ളവർ പറയുന്നത്. ഷൊർണൂർ മംഗലാപുരം പാതയുടെ വൈദ്യുതീകരണം പൂർത്തിയാക്കലാണ് ബജറ്റിൽ പ്രതീക്ഷിക്കുന്ന മറ്റൊരു പദ്ധതി. ആകെയുള്ള 328 കിലോമീറ്ററിൽ ഷൊർണൂർ കോഴിക്കോട് 87 കിലോമീറ്റർ മാത്രമാണ് പൂർത്തിയായത്. ഇതിലൂടെ സർവീസ് ആരംഭിക്കണമെങ്കിൽ തിരൂരിലെ സബ്സ്റ്റേഷൻ പൂർത്തിയാവുകയും വേണം. ഈ റൂട്ടിൽ പാത ഇരട്ടിപ്പിക്കലും പൂർത്തിയാകേണ്ടതുണ്ട്. എന്നാൽ മാത്രമേ ഇതുവഴി മെമു സർവീസ് പരിഗണിക്കാനാവൂ. കൂടുതൽ ട്രെയിനുകൾ വേണമെന്ന ആവശ്യം പാസഞ്ചേഴ്സ് അസോസിയേഷൻ മുന്നോട്ട് വെച്ചതായി ട്രഷറർ രാമദാസ് പറഞ്ഞു. പുതിയ സംവിധാനം വന്നാൽ പുതിയ ട്രെയിൻ വരുള്ളൂ. അതുമാതിരി കോയമ്പത്തൂർ തിരുവനന്തപുരം ഇൻ്റർസിറ്റി, അതുമാതിരി മെമു ട്രെയിനുകൾ, കോയമ്പത്തൂർ ഗുരുവായൂർ ഒരു മെമു, അങ്ങനെ എല്ലാം വന്നു കഴിഞ്ഞാൽ ജനങ്ങൾക്കും സൗകര്യം, എല്ലാവർക്കും സൗകര്യവും. അടിസ്ഥാന സൗകര്യം ഉണ്ടാക്കിയിട്ട് ചെയ്യണം, എന്നാലേ നടക്കുള്ളൂ. പാലക്കാട് പൊള്ളാച്ചി ഗേജ് മാറ്റം മാർച്ചോടെ പൂർത്തിയാകുമെന്ന പ്രതീക്ഷയിലാണ് റെയിൽവേ. ഡിവിഷൻ ആസ്ഥാനമായ പാലക്കാട്ട് പിറ്റ് ലൈൻ സ്ഥാപിക്കണമെന്ന ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. വീണ്ടും തെരഞ്ഞെടുപ്പ് നടത്തണം എന്നാവശ്യപ്പെട്ട് ബംഗ്ലാദേശിൽ പ്രതിപക്ഷ സഖ്യം ആഹ്വാനം ചെയ്ത 72 മണിക്കൂർ സമരത്തിന് തുടക്കമായി. ബുധനാഴ്ച രാവിലെ 6 മണിവരെയാണ് സമരം. റോഡ്, തീവണ്ടി ഗതാഗതം, ജലവിതരണ സംവിധാനം എന്നിവയെല്ലാം സ്തംഭിപ്പിക്കും. പാർട്ടിരഹിത കാവൽ സർക്കാരിന് കീഴിൽ തെരഞ്ഞെടുപ്പ് നടത്തണമെന്നാണ് ആവശ്യം. കഴിഞ്ഞ ആഴ്ച ഇതേ ആവശ്യമുന്നയിച്ച് 5 ദിവസം നീണ്ട സമരം നടന്നിരുന്നു. ഈ സമരത്തിനിടെ രാജ്യവ്യാപകമായി ബോംബാക്രമണവും പൊതുമുതൽ നശിപ്പിക്കലുമുണ്ടായി. മുൻ പ്രധാനമന്ത്രി ബീഗം ഖാലിദാസിയാണ് പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകുന്നത്. വൈദികന്റെ പീഡനത്തെ ചെറുത്തുനിന്നതിനെ സഭയിൽ നിന്ന് പുറത്താക്കിയതായി കന്യാസ്ത്രീയുടെ പരാതി. ഇറ്റലിയിൽ നിന്ന് മടക്കി അയച്ച കന്യാസ്ത്രീക്ക് ആലുവ മഠത്തിൽ അഭയം നിഷേധിച്ചു. അകാരണമായി പുറത്താക്കാനുള്ള സഭാ നടപടിക്കെതിരെ നിയമ നടപടിക്ക് ഒരുങ്ങുകയാണ് കന്യാസ്ത്രീ. മധ്യപ്രദേശിൽ അധ്യാപികയായിരുന്ന കണ്ണൂർ സ്വദേശിനിയായ തന്നെ ധ്യാനഗുരുവായ വൈദികൻ പലതവണ പീഡിപ്പിക്കാൻ ശ്രമിച്ചുവെന്നും ഇത് ചോദ്യം ചെയ്തതിനെ ഇറ്റലിയിലേക്ക് അയക്കുകയും ഇപ്പോൾ ഇക്കാരണം പറഞ്ഞ് സഭയിൽ നിന്ന് പുറത്താക്കി എന്നുമാണ് ആലുവയിൽ തിരിച്ചെത്തിയ കന്യാസ്ത്രീയുടെ പരാതി. സെക്ഷലായിട്ടും അദ്ദേഹത്തിന് എന്നെ ദുരുപയോഗിക്കാൻ ഞാൻ അനുവദിച്ചില്ല. അദ്ദേഹം ഒരു സ്പിരിച്വൽ ഡയറക്ടറും ഒരു ധ്യാനഗുരുവാണ്. ഞാനും അദ്ദേഹത്തിനടുത്ത് കുമ്പസാരിച്ചിട്ടുണ്ട്. 3 വർഷം എനിക്ക് ഒരു സംശയവും തോന്നിയിട്ടില്ല. ഒരു ദിവസം ക്രിസ്മസിന് വിഷ് ചെയ്തപ്പോൾ അദ്ദേഹം പറഞ്ഞു, നീ എൻ്റെ സ്വന്തമാണ്, എനിക്ക് വേണ്ടപ്പെട്ടതാണെന്ന് പറഞ്ഞു. ഞാൻ അത്ര മൈൻഡ് ചെയ്തില്ല. അങ്ങനെ ഒരു കൊല്ലം ഇങ്ങനെ പോയി ഞാൻ ഇത് മൈൻഡ് ചെയ്തു. ഒരു ദിവസം ഞാൻ കാറ്റക്കിസം കഴിഞ്ഞ് ഞങ്ങളുടെ 2 സിസ്റ്റേഴ്സ് അവിടെ ഉണ്ടെന്ന് ഓർത്ത്, പക്ഷേ അവർ ഷോപ്പിങ്ങിന് പോയതായിരുന്നു. അത് ഇദ്ദേഹത്തിന് അറിയാമായിരുന്നു. കരോളിന് പിരിച്ച പൈസ കൊടുക്കാൻ വേണ്ടി ഞാനിങ്ങനെ പൈസ കൊടുത്തപ്പോൾ അദ്ദേഹം ഇങ്ങനെ വട്ടം പിടിച്ചിട്ട് ഇങ്ങനെ അദ്ദേഹത്തിന് മുറിയിലോട്ട് ഇങ്ങനെ കൊണ്ടുപോയപ്പോൾ ഞാൻ എതിർത്തു. കഴിഞ്ഞ ആഴ്ച ഇറ്റലിയിലെ മഠത്തിൽ നിന്നും പുറത്താക്കിയ ശേഷം ശിരോവസ്ത്രം അഴിച്ചുവെച്ച് നാട്ടിൽ പോകാൻ നിർബന്ധിച്ചതായും ഇവർ പറയുന്നു. നാട്ടിൽ പോയി നിന്റെ സന്യാസവസ്ത്രം ഒരു വീട്ടിലോട്ട് പോകാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, മദറെ ഈ നിമിഷം വരെ മദറിനെ എല്ലാ കാര്യത്തിലും അനുസരിച്ച ഞാൻ ഈ കാര്യത്തിൽ എനിക്ക് വീട്ടുകാരോട് പറയണമെന്ന് പറഞ്ഞു. വീട്ടുകാർ നിനക്ക് എൻ്റെ 40 വയസ്സായി, നിനക്ക് വീട്ടുകാരെന്താ ഉത്തരവാദിത്വം? ഞാൻ പറഞ്ഞു, ഞങ്ങളുടെ കൾച്ചർ അനുസരിച്ച് ഞങ്ങൾ വീട്ടുകാർക്ക് കീഴ്പ്പെട്ടിരിക്കണം എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ മദർ അറിയിക്കാൻ പറഞ്ഞു വീട്ടിലോട്ട്. മലയാളിയായ ധ്യാനഗുരു ഇത്തരത്തിലാണ് പല കന്യാസ്ത്രീകളോടും പെരുമാറാറുള്ളതെന്നും സഭയിൽ ഇത് സംബന്ധിച്ച് പരാതി നൽകിയിട്ടും നടപടിയുണ്ടാകാറില്ലെന്നുമാണ് ഇവർ പറയുന്നത്. തന്നെ പുറത്താക്കിയതിന്റെ കാരണം സഭ വ്യക്തമാക്കണമെന്ന ആവശ്യത്തോടൊപ്പം ജീവന് സുരക്ഷ നൽകണമെന്നും കാണിച്ച് കോടതിയെ സമീപിക്കാനൊരുങ്ങുകയാണ് 40-കാരിയായ കന്യാസ്ത്രീ. ന്യൂസ് ബ്യൂറോ, കൊച്ചി.